ആൽബിയുടെ പിറകെ വരും. ഒരുവിധം സേട്ടിന്റെ ഗുണ്ടകളുടെ കയ്യിൽ നിന്നും ആൽബിയും ഫൈസലും രക്ഷപ്പെടും. ഇതേ സമയം സേട്ടിന്റെ അടുത്തെത്തിയ പോലീസുകാരൻ ഫൈസലിന്റെ ഫോട്ടോ എടുത്ത് കാണിച്ചു കൊടുക്കുമ്പോൾ ഇവനല്ല ഇവിടെ സ്വർണവുമായി വന്നതെന്ന് പറഞ്ഞു. പോലീസുകാരൻ ഉടനെ കാര്യം വിളിച്ച് സെക്രട്ടറിയോട് പറയുമ്പോൾ സെക്രട്ടറി മൂസിക്കയെ വിളിക്കും. എന്നാൽ ആൽബിയെ ചെറിയൊരു സംശയം തോന്നിയ മൂസിക ആൽബിയുടെ ഫോട്ടോ പാർട്ടി സെക്രട്ടറിക്ക് അയച്ചു കൊടുക്കുകയും പാർട്ടി സെക്രട്ടറി വഴി ആ പോലീസുകാരൻ ആ ഫോട്ടോ കിട്ടുകയും പോലീസുകാരൻ ആ ഫോട്ടോ സേട്ടിന് കാണിച്ചു കൊടുക്കുമ്പോൾ ഇവൻ തന്നെയാണ് ഇവിടെ വന്നതെന്ന് അയാൾ പറയും. എന്നാൽ ഇതിനിടയിൽ ഫൈസൽ തന്റെ ഗേൾഫ്രണ്ടായ നാൻസിയെ വിളിച്ച ശേഷം അവളോട് പറയും, സ്വർണം മോഷ്ടിച്ചത് ഞാനാണ്, ഞാൻ പറയുന്നത് പോലെ കേൾക്കണം, തൽക്കാലം നീ എറണാകുളത്തേക്ക് പൊയ്ക്കോളൂ, നിന്നെ അന്വേഷിച്ച് ആ മൂസുക്കയുടെ ആളുകൾ അവിടെ വരാൻ ചാൻസ് ഉണ്ടെന്ന് പറയും. എന്നിട്ട് ആൽബി ഫൈസലിനോട് പറയും, നമുക്ക് ഈ സ്വർണം മുംബൈയിൽ കൊണ്ടുപോയി വിൽക്കാം, അവിടെ എനിക്ക് അറിയാവുന്ന ആളുണ്ട് എന്ന്. എന്നാൽ ഇതേ സമയം നാൻസിയുടെ വീട്ടിലെത്തിയ മൂസുക്കയുടെ ഗുണ്ടകൾ സ്വർണം മര്യാദയ്ക്ക് തരാൻ പറഞ്ഞ് അവളെ ഉപദ്രവിക്കും. എന്നാൽ എനിക്ക് നിങ്ങളുടെ സ്വർണത്തെ പറ്റിയൊന്നും അറിയില്ല എന്ന് പറഞ്ഞ് അവരുടെ കൈ തട്ടിമാറ്റി വീടിന്റെ പുറകിലേക്ക് ഓടിയെത്തിയ നാൻസി വളർത്തുനായകളെ അഴിച്ചുവിടുകയും ഇത് കണ്ട് പേടിച്ചോടുകയും ചെയ്യുന്ന ഗുണ്ടകൾ നാൻസിയുടെ വീട്ടിൽ നിന്ന് പോകും. എന്നാൽ ഇതിനിടയിൽ ഫൈസലിന്റെ ഭാര്യ അവനെ വിളിച്ചു പറയും, മോളുടെ അസുഖം കൂടി അവളുടെ